സർ, ബംഗ്ലാദേശ് ഭാരതത്തിൽ ആവർത്തിക്കുമെന്നാണ് ഒരു കോൺഗ്രസ് നേതാവ്, മുൻ വിദേശകാര്യ മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം, സൽമാൻ ഖുർഷിദ്, അദ്ദേഹം പറയുന്നത്. ഇതിലൂടെ കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു നേതാവ് പറയുമ്പോൾ അത് മൊത്തം കോൺഗ്രസ്സുകാരുടെ മനസ്സിലിരിപ്പാണോ എന്നുള്ള ചോദ്യം വരും. എങ്കിൽ പോലും ശശി തരൂർ അടക്കമുള്ളവർ ഇരുന്ന ഒരു വേദിയിലിരുന്നാണ് ഈ കോൺഗ്രസിന്റെ നേതാവ് ഇത്തരത്തിൽ പറയുന്നത്. ബംഗാളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. വളരെ കലാപം നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ ഭയന്ന് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. നേരത്തെയും ഇതുപോലെ ഇത്തരത്തിൽ കേരള അല്ലെങ്കിൽ ഇനി ഭാരതത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്കുണ്ടായ അനുഭവം തന്നെ നരേന്ദ്രമോദിക്കും ഉണ്ടാകും. ഏകാധിപതികളെ ജനങ്ങൾ അടിച്ചോടിക്കും. ആ ഒരു സാഹചര്യം വിദൂരമല്ല എന്നൊക്കെയാണ് പലരും പറയുന്നത്. സത്യത്തിൽ ഇതാണോ കോൺഗ്രസിന്റെ തനിനിറം? കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പ് ഇതാണോ? കോൺഗ്രസിന്റെ നയം ഇതാണെന്ന് രാഹുൽ ഗാന്ധി പറയില്ലായിരിക്കും, പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കും. അതാണ് ഈ സൽമാൻ ഖുർഷിദ് ഇപ്പോൾ പറഞ്ഞപ്പോൾ കണ്ടത്. സൽമാൻ ഖുർഷിദ് ഇത് പറഞ്ഞത് ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ ഇടയ്ക്കാണ്. പുസ്തക പ്രകാശനത്തിൽ ഇതിനു മുമ്പും സൽമാൻ ഖുർഷിദ് പറഞ്ഞ് വഷളായിട്ടുണ്ട്. മുമ്പ് ഈ സൺറൈസ് ഓവർ അയോധ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങേരുടെ തന്നെ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ ഇടയ്ക്ക് ഹിന്ദുത്വ ശക്തികൾ ഈ ISIS-ഉം ബോക്കോ ഹറാമും പോലെയാണെന്ന് പറഞ്ഞ് പുലിവാല് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുജിബുർ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു അക്കാഡമിക് പ്രൊഫസർ എഴുതിയ പുസ്തകമാണ്. മുജിബുർ റഹ്മാൻ എന്നായിപ്പോയി ഈ പുസ്തകം എഴുതിയ ആളുടെ പേര്. പുസ്തകത്തിൻ്റെ പേര് ഷിക്വായി ഹിന്ദ്, ദ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ മുസ്ലിംസ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ സമയത്താണ് സൽമാൻ ഖുർഷിദ് പറഞ്ഞത് എവറിത്തിങ് മേ ലുക്ക് നോർമൽ ഇൻ കശ്മീർ, കശ്മീരിലെല്ലാം സാധാരണ നിലയിലാണെന്ന് തോന്നാം. എവറിത്തിങ് മേ ലുക്ക് നോർമൽ ഹിയർ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ എല്ലാം ശാന്തമാണെന്നും തോന്നാം. ബട്ട് ദ ഫാക്ട് റിമെയിൻസ് ദാറ്റ് അണ്ടർ ദ സർഫസ് ദർ ഈസ് സംതിങ്. ഉപരിതലം അങ്ങനെ തോന്നുമെങ്കിലും അടിയിൽ വേറെ പല സംഭവമാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ബംഗ്ലാദേശ് ക്യാൻ ഹാപ്പൻ ഹിയർ. ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇവിടെയും സംഭവിക്കാം. ദ സ്പ്രെഡ് ഓഫ് അവർ കൺട്രി പ്രിവെൻറ്റ്സ് തിങ്സ് ഫ്രം ബ്ലോയിങ് അപ്പ് ഇൻ ദ മാനർ ഇൻ വിച്ച് ദ രാജ്യത്തിൻ്റെ വിസ്തൃതി വിശാലമായിട്ട് കിടക്കുകയാണല്ലോ, അതുകൊണ്ട് ബംഗ്ലാദേശിനെ പോലെ ഇത് സംഭവിക്കുന്നില്ല എന്നാണ് സൽമാൻ ഖുർഷിദ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അനുരാഗ് താക്കൂർ, മറ്റേ ഉദ്ധവ് താക്കറെ, ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇയാളുടെ മേൽ ചാടി വീണിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാവുന്നതാണ് ഈ കോൺഗ്രസ് കുറക്കാലമായിട്ട് ഈ പ്രക്ഷോഭങ്ങൾ ധാരാളം അനാവശ്യമായത് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതാണ് ഈ കർഷക പ്രക്ഷോഭം പോലുള്ള കാര്യങ്ങളൊക്കെ. കർഷക പ്രക്ഷോഭം സത്യത്തിൽ ഇടനിലക്കാരെ ഒഴിവാക്കാനുള്ള മറ്റേ രാജ്യം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമത്തിൻ്റെ പേരിലാണ്. ഇടനിലക്കാർക്ക് കാശ് കിട്ടാതെ കർഷകർക്ക് നേരിട്ട് പൈസ കൊടുക്കുന്ന മണ്ടി എന്ന് പറഞ്ഞ സംവിധാനം ഒഴിവാക്കുന്ന കാര്യമാണത്. അപ്പോൾ കർഷകർക്ക് ഗുണമുള്ള കാര്യമാണ്. പക്ഷേ ആ കർഷകരെ നയിച്ചുകൊണ്ടിരുന്നത് കാനഡയിൽ ആസ്ഥാനമായിട്ടുള്ള ഖലിസ്ഥാൻ തീവ്രവാദികളാണ്. ആ ഖലിസ്ഥാൻ തീവ്രവാദികളെ സഹായിക്കാനായിട്ട് ആപ്പും അരവിന്ദ് കെജ്രിവാളും ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ഖലിസ്ഥാൻ തീവ്രവാദികളുടെ നിന്ന് 134 കോടി രൂപ വാങ്ങിച്ചു എന്ന് അത് കൊടുത്ത പന്നുൻ എന്ന് പറഞ്ഞ കാനഡയിൽ താമസിക്കുന്ന ആൾ വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല പഞ്ചാബിൽ പോയിട്ട് ഏതോ ഖലിസ്ഥാൻ തീവ്രവാദികളുടെ വീട്ടിലൊരു രാത്രി താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കെജ്രിവാൾ. അപ്പോൾ ഡൽഹിയിൽ ഭരിക്കുന്ന കെജ്രിവാളിൻ്റെ പിന്തുണ ഇവർക്കുണ്ടായിരുന്നു, കർഷക പ്രക്ഷോഭക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു, മാർക്സിസ്റ്റുകളുടെ പിന്തുണ ഉണ്ടായിരുന്നു. മാർക്സിസ്റ്റുകൾ മനോജ് കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് മറ്റേ AKG ഭവനിൽ നിന്നുള്ള ആളുകളൊക്കെ കൊടിയും പിടിച്ചുമൊക്കെ ധാരാളം ആളുകൾ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 1-ാം തീയതി വീണ്ടും പ്രക്ഷോഭം തുടങ്ങുന്നു പറഞ്ഞിരുന്നു. അത് തുടങ്ങി കണ്ടില്ല ഓഗസ്റ്റ് 1-ന്. അങ്ങനെ ഇതന്നെയൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ല, തുടങ്ങിയതായിട്ട് അറിഞ്ഞിട്ടില്ല. അതിനുള്ള സമയം കിട്ടി കാണത്തില്ല സാർ. കാരണം ഇപ്പോഴത്തെ വയനാടൊക്കെ ആയതുകൊണ്ട് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെല്ലാം നല്ല തിരക്കിലാണ്. ദുരിതാശ്വാസ ഫണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കണം. അതിന്റെ തിരക്കിൽ ഈ കാര്യം വിട്ടുപോയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലല്ല, ആ ബംഗ്ലാദേശിൽ പ്രക്ഷോഭം നടത്തിയ ആളുകൾ തിരിച്ച് ഇങ്ങോട്ടും അതിർത്തി കടന്ന് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് 15-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിന്
ഇന്ത്യയിൽ എല്ലായിടത്തും ട്രാക്ടർ റാലികൾ ഉണ്ടാകും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇടയ്ക്ക് നിർത്തി വെച്ചതാണ് തിരഞ്ഞെടുപ്പുകാരിയായിട്ടോ മറ്റോ. അപ്പോൾ പോലീസുകാർ മറ്റേ പ്രക്ഷോഭ കാലത്ത് ഹരിയാന അതിർത്തിയിൽ മർദ്ദിച്ചിരുന്നു, അതിലൊരു പരിഹാരമായിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് വീണ്ടും പ്രക്ഷോഭം തുടങ്ങുന്നതെന്നാണ്. ഒരു ഞൊടുക്ക് ന്യായവും മാറ്റമാണത്. മാന്യന്മാർക്ക് ചേർന്ന ന്യായമല്ലായിരുന്നു. അതായിരുന്നു ന്യായം. എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ സാർ. നമുക്കൊന്നും ഒരിക്കലും ഈ കാര്യത്തിനാണോ നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുന്ന തരത്തിലാണ് ഇവർ ഓരോ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതും ഈ കൊടി പിടിക്കാൻ ഇറങ്ങുന്നതും എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഈ ഭാരതത്തിന്റെ അവസ്ഥ ഇതാകും എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപരിതലത്തിൽ നടക്കുന്നത് കാണണ്ട, അടിയിൽ അതിൽ വലിയ പ്രശ്നങ്ങൾ ഉപരിതലത്തിൽ നടക്കുന്നത് ശാന്തമായിട്ട് തോന്നും, പക്ഷെ അടിയിൽ ഞങ്ങളാണെന്നാണ് ഈ സൽമാൻ ഖുർഷിദ് പറഞ്ഞിരിക്കുന്നത്. അടിയിൽ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ. അതാണല്ലോ ഉപരിതലത്തിൽ താഴെയുള്ള എന്താ അണ്ടർഗ്രൗണ്ടായിട്ട് ഞങ്ങളത് അധോലോകമാണ് ഈ രാഹുൽ ഗാന്ധി, സൽമാൻ ഖുർഷിദ് എന്നൊക്കെ പറഞ്ഞാല്. ഈ സൽമാൻ ഖുർഷിദിന്റെ ഒരു അനന്തരവള് നമ്മുടെ ഉത്തർപ്രദേശില് SP വൈസ് പ്രസിഡന്റ് ആ ജില്ലാതലത്തിലെങ്ങാണ്ട് അവര് അവിടെ പ്രഖ്യാപിച്ചിരുന്നു, കുറെ മറ്റേ മുസ്ലിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ജിഹാദ് നടത്തണം എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു. എന്നിട്ട് മോദി അതെവിടെയോ ഈ വോട്ട് ജിഹാദ് പിന്നീടുള്ള പ്രസംഗങ്ങളിലൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ജിഹാദ് നടത്തുക എന്നുള്ളതാണ് ഈ സൽമാൻ ഖുർഷിദ്. അത് കുടുംബപരമായിട്ട് തന്നെ പണ്ടേ കോൺഗ്രസ്സുകാരാണ് ഇവര്. അപ്പോൾ അവർക്കിത് എങ്ങനെയാണ് നടത്തുന്നതെന്നൊക്കെ ഈ അണ്ടർഗ്രൗണ്ട് പരിപാടികൾക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അതാണ് എല്ലാത്തിൻ്റെയും കൂടെ ജിഹാദ് ചേർക്കും. വോട്ടിൻ്റെ കൂടെ ജിഹാദ് ആദ്യമായിട്ട് ചേർക്കുന്ന ഈ അമ്മയാണ്, ഈ അനന്തരവള് സൽമാൻ ഖുർഷിദിന്റെ. അപ്പം ഇങ്ങനെ ഒരു മെന്റൽ മേക്കപ്പാണ് ഈ സൽമാൻ ഖുർഷിദിനും. ആ കൂട്ടത്തിൽ പണ്ട് അബുൽ കലാം ആസാദ് എന്ന് പറഞ്ഞൊരാള് ആണ് കുറച്ച് വൃത്തിയായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. കേരളത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാനെ പോലെ ദേശീയ മുസ്ലിം എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലൊക്കെ അങ്ങനെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഇതിപ്പോ സത്യത്തിൽ രാഹുൽ ഗാന്ധിയും മറ്റേ ജോർജ് സോറോസിന്റെ ഫണ്ടിങ്ങിലാണല്ലോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര പോകുമ്പോൾ കർണാടകയിൽ വെച്ച് മറ്റേ ഓപ്പൺ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ ജോർജ് സോറോസിന്റെ, അതിന്റെ ആഗോള വൈസ് പ്രസിഡന്റ് സലിൽ ഷെട്ടി ഭാരത് ജോഡോ യാത്രയിൽ ചേർന്നിരുന്നാണ്. അനുഗമിച്ചിരുന്നു കൂടെ. അപ്പോൾ ഫണ്ടിങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല പിന്നീട് ഈ ഇൻകം ടാക്സിന് അവർ ചോദിച്ച ഡീറ്റെയിൽസ് കൊടുക്കാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നല്ലോ കോൺഗ്രസിന്റെ. പക്ഷെ കോൺഗ്രസിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള ആത്മവിശ്വാസം ഈ കണക്കൊക്കെ നോക്കുന്ന KC വേണുഗോപാലിനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന്. ഇൻഡോറിലോ മറ്റോ ഏതോ സ്ഥാനാർത്ഥി പൈസ കിട്ടാത്തത് കൊണ്ട് ഞാൻ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞ് പോയതൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്താ ബുദ്ധിമുട്ടില്ലാതെ എന്ന് പറഞ്ഞാൽ സോറോസിന്റെ ഫണ്ട് കിട്ടുന്നുണ്ടല്ലോ, അത് ഉറപ്പാണല്ലോ. അത് അവിടെ ഡെമോക്രാറ്റ്സിന് അമേരിക്ക കൊടുക്കുന്നുണ്ട്. അവിടെ കമല ഹാരിസിനും ഒക്കെ ബൈഡനും ഒക്കെ, ബൈഡൻ ഇപ്പോൾ മാറി, അല്ലെങ്കിൽ അവർക്ക് ഡെമോക്രാറ്റ്സിനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 5-8 മറ്റേ വേറെയും NGOസിനും അയാൾ ഫണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഡെമോക്രാറ്റ്സുമായിട്ട് ചേർന്നത്. ഇവിടെ കോൺഗ്രസിനാണ്. എന്താണെന്ന് വെച്ചാൽ മ്യൂണിക്കിൽ കഴിഞ്ഞ കൊല്ലം ചേർന്നൊരു യോഗത്തിൽ സോറോസ് പറഞ്ഞിരുന്നു ഇയാളെ പൂട്ടിക്കണം മോദിയെ. അയാളെ പൂട്ടിച്ചപ്പോൾ അയാളുടെ പുറകിൽ നിൽക്കുന്ന അദാനിയും പൂട്ടിക്കണം എന്നും പറഞ്ഞിരുന്നു. സാർ, അതായത് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കാര്യം എങ്ങനെയും മോദി ഇറക്കാൻ ആരുടെയും കൂട്ടുപിടിക്കാൻ കോൺഗ്രസ് തയ്യാറാകും എന്നുള്ളതാണ്. അവർക്ക് മോദി ഇറങ്ങി കിട്ടിയാൽ മതി, അതിന് ആരുടെയും കൂട്ടുപിടിക്കാൻ കൂട്ടുപിടിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ 2023 മെയ്യില് അമേരിക്കയില് രാഹുൽ ഗാന്ധി പോയപ്പോൾ ആ പരിപാടികൾ മുഴുവൻ സംഘടിപ്പിച്ചത് പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട ചില ആളുകളൊക്കെയാണ്, ഭീകര സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ആ ഹോള് ബുക്ക് ചെയ്തിരുന്നത്. പിന്നെ സുനിത നാരായണൻ എന്ന് പറഞ്ഞ് ഇയാളെ ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാഷണൽ പ്രസ് ക്ലബിലൊക്കെ കൊണ്ടു നടന്നിരുന്ന അവര് ഒരു ഹിന്ദു സംഘടനയുടെ പേരിലാണ് സുനിത നാരായണൻ നടക്കുന്നത്. പക്ഷെ ആ ഹിന്ദു സംഘടനയെ ഉണ്ടാക്കിയത് 2 ഇസ്ലാമിസ്റ്റ് സംഘടനകളാണ്. ഈ 3 സംഘടനകളിലും കൂടിയിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മുഴുവൻ ഈ ഫ്രണ്ട് ഓർഗനൈസേഷൻസ് എന്ന് പറയില്ലേ, പോഷക സംഘടനകൾ. പോഷക സംഘടന എന്ന് പറഞ്ഞാൽ ഇതിൽ ചില ഇപ്പോൾ
റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഈ ഫണ്ട് കൊടുക്കുന്നത്. ഇങ്ങനത്തെ സെറ്റുകളൊക്കെ ഈ CIAയുടെ പോഷക സംഘടനകളാണ്. അവർ ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വിടുന്ന സംഘടനകളാണ് ഇതൊക്കെ. അങ്ങനെയാണ് പുറമേ എന്ന് പറഞ്ഞാൽ ഇവിടെ കേസ് കൊടുക്കുന്ന ഒരാളുണ്ട്, ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ പല കാര്യങ്ങൾക്കൊക്കെ, അതായത് മറ്റേ കോർപ്പറേറ്റ് പൈസ മേടിക്കുന്നുണ്ടായിരുന്നില്ലേ, അതിനുമൊക്കെ കോടതിയിലൊക്കെ പോയിരുന്ന ആളും ഈ സോറോസിന്റെ ഒക്കെ ഫണ്ടിങ്ങിൻ ഒക്കെ കിട്ടുന്ന ഒരു NGOയുടെ ആളാണ് ത്രിലോചൻ ശാസ്ത്രി എന്ന് പറഞ്ഞ ആള്. എന്തായാലും സാറേ, ഈ കോൺഗ്രസിന്റെ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഭാരതം എന്തായാലും ബംഗ്ലാദേശ് പോലെ ആകാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച തൽക്കാലം അധോലോകത്തിലാണെന്ന് സൽമാൻ ഖുർഷിദ് പറഞ്ഞല്ലോ. അധോലോകത്തിൽ ഇനിയും സ്പേസ് ഉണ്ടല്ലോ. ഇസ്രയേലിലൊക്കെ പല ആളുകളും നിലവറയിൽ കഴിയുന്ന പോലെ രാഷ്ട്രീയ നിലവറയിൽ, രാഷ്ട്രീയ വനവാസത്തിലൊക്കെ ആയിട്ട് കഴിയാം. അതാണ് ഞങ്ങൾ അധോലോകത്തിൽ എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച, കാരണം കോൺഗ്രസ് ഇനി ഇതിൽ നിലപാട് വ്യക്തമാക്കി ഖുറേഷി എന്തായാലും തള്ളിക്കൊണ്ട് രംഗത്തെത്തും. കാരണം അവർക്ക് ഈ ഒരു അവസരത്തിൽ അങ്ങനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയാലേ ജയറാം രമേശാണ് ആദ്യം രംഗത്ത് വരിക. അങ്ങനെ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. 2 ദിവസം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു അതല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ആലോചിച്ച് അവർ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. അതിപ്പോ അതിനുശേഷം നമുക്ക് കൂടുതൽ ഇക്കാര്യത്തിൽ ചർച്ച നടക്കാം. തൽക്കാലം നമുക്കിത് അവസാനിപ്പിക്കാം.